ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്ക് പതിശ്ശിനി ഉത്സവം കാണാൻ പോയാലോ? ആദ്യമായിട്ടാണ് ഉത്സവ സമയത്ത് ഞങ്ങൾ പതിശ്ശിനിയിൽ പോകുന്നത്. എല്ലാ വർഷവും ഡിസംബർ ആദ്യ വാരമാണ് പതിശ്ശിനിയിൽ ഉത്സവം നടക്കാറ്. ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ രാത്രി 9 മണിയായിരുന്നു. ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് പതിശ്ശിനിയിലേക്ക്. ഈ കാണുന്നതാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. പതിശ്ശിനിയിൽ വരുന്നവർക്ക് അതും എക്സ്പ്ലോർ ചെയ്യാം. പുത്തരി തിരുവപ്പന പതിശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ്. വിളവെടുപ്പ് കാലത്തിനു ശേഷം ആരംഭിക്കുന്ന ഉത്സവം 5 ദിവസങ്ങളിലാണ് നടക്കാറ്. 2ാം ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. പതിശ്ശിനിയിൽ എത്താറായതോടെ റോഡിന് ഇരുവശത്തും ബിൽഡിങ്ങുകളിലൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. മുത്തപ്പൻ്റെ രൂപം അലങ്കരിച്ചത് കണ്ടോ? എത്ര ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വർണ്ണപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മടപ്പുര കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവേശമായി. അങ്ങനെ ഞങ്ങൾ 10 മണിയോടെ കവാടത്തിനരികിലേക്ക് എത്തി. ക്ഷേത്രത്തിൽ പ്രതീക്ഷിച്ച തിരക്കുള്ളതായി കാണുന്നില്ല. ക്ഷേത്ര പരിസരത്ത് അവിടെ ഇവിടെയായി നായകളെ കാണാൻ സാധിക്കും. പ്രസാദം തയ്യാറായാൽ ആദ്യം വിളമ്പുന്നത് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒരു നായക്കാണ്. അങ്ങനെ ഞങ്ങൾ കാലു കഴുകി തൊഴാനായി അകത്തേക്കു കടന്നു. തൊഴുതതിന് ശേഷം ചെണ്ടമേള കണ്ട് അവിടെ കുറച്ചു നേരം നിന്നു. വളപട്ടണം പുഴയുടെ തീരത്തുള്ള പതിശ്ശിനിക്കടവ് ഉത്സവ സമയത്താണ് ഇതുപോലെ അലങ്കരിക്കാറ്. ഏവരുടെയും മനം മയക്കുന്ന കാഴ്ചയാണിത്. രാത്രിയിലെ ഈ വർണ്ണശോഭ കാണാനും മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനുമായി വിവിധ ദേശത്തുള്ളവർ ഒഴുകിയെത്തും. ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഇരുവഴിയിലും ധാരാളം ചന്തകളുണ്ട്. ചുക്കിയും ആദിക്കുട്ടനും ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പുറപ്പാടാണ്. പർച്ചേസ് പെട്ടെന്നൊന്നും കഴിയില്ല എന്ന് കണ്ട അച്ഛൻ സ്റ്റൂളിൽ ഇരുത്തമായി. അങ്ങനെ ചന്തയിലൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നു. ഈ കമ്മലുകൾ വിൽക്കുന്ന ഷോപ്പ് എന്നെ ഏറെ ആകർഷിച്ചു. അങ്ങനെ ഒരു സെൽഫിയും എടുത്ത് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക്. പതിശ്ശിനി വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.